അല്ലാഹു തആല സ്വർഗ്ഗലോകത്തേക്ക് വിളിക്കുന്നു എന്നാണ് ഖുർആൻ പറയുക. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. മനുഷ്യരെ മുഴുവനും സ്വർഗത്തിലേക്ക് വിളിക്കുവാനാണ് ഇസ്ലാം വന്നത്. മനുഷ്യരെ മുഴുവനും സ്വർഗത്തിലേക്ക് വിളിക്കാനാണ് അന്ത്യപ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു നിങ്ങളെ രക്ഷയുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ്, സമാധാനത്തിൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. അതിനർത്ഥം ഈ ലോകം നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള സമാധാനം കിട്ടുന്ന ലോകമല്ല. ഇവിടെ പരീക്ഷണങ്ങൾ കാണും, ഇവിടെ കഷ്ടപ്പാടുകളും സങ്കടവും സന്താപവും വിഷമതകളും ഒക്കെ സമ്മിശ്രമായ ഒരു ജീവിതമാണ്. ഒരിക്കലും മുറിഞ്ഞു പോവാത്ത സന്തോഷം സ്വർഗ്ഗലോകത്തിലാണ്. അള്ളാഹു നമുക്ക് അവിടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്മാർ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞു. ഒരുപാട് ഔലിയാക്കന്മാർ ശുഹദാ ആ യാത്രയിലേക്ക് പ്രവേശിച്ചു. നമ്മുടെ ബന്ധുക്കളും മിത്രാദികളുമൊക്കെ ആ യാത്രയിൽ കണ്ണികളായി ഖബറിലെ വിശ്രമ ജീവിതത്തിൽ, മുഅ്മിനീങ്ങൾക്ക് ആനന്ദത്തിൻ്റെ ജീവിതത്തിൽ അള്ളാഹു വിചാരണ ചെയ്യുന്ന നാളിനെയും കാത്ത് അവർ കിടക്കുകയാണ്. വൈകാതെ നാമും അവർ ചെയ്ത യാത്രയോടൊപ്പം ഹം ഭീ ചൽത്തെ ഹേ സറാ ഖുശ്ക് പസീന ഹോ ജായേ, അവരോടൊപ്പം നമ്മളും ചേരാനിരിക്കുകയാണ്. നിരന്തരമായ ഒരു യാത്രയുടെ ഭാഗമാണ് നാം ഇവിടെ നിൽക്കുന്നത്. ആത്മാവുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കണ്ടുമുട്ടിയ പരസ്പരം പരിചയപ്പെട്ട ഒരു ആലമുൽ അർവാഹിലെ ആത്മാവുകളുടെ ലോകത്ത് നിന്ന് പരിചയപ്പെട്ടവരാണ് ഈ ലോകത്ത് പരസ്പരം കണ്ടുമുട്ടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിരക്കണക്കിന് വർഷങ്ങൾ ആത്മാവുകളായി നാം ജീവിച്ചിട്ടുണ്ട്, റൂഹുകളായി, സ്പിരിറ്റ്, സോൾ. അങ്ങനെ ഒരുപാട് കാലം ആലമുൽ അർവാഹ്, ദി വേൾഡ് ഓഫ് സ്പിരിറ്റ്സ്, അവിടെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഉമ്മയുടെ ഉദരത്തിലേക്ക്, ഗർഭാശയത്തിലേക്ക് ഒരു കുഞ്ഞിൻ്റെ ഭൗതിക ജന്മമെടുക്കുന്ന സമയം രണ്ടാം ഘട്ടമാണ്. അത് കഴിഞ്ഞ് ഭൂമിയിലെ 70 വർഷത്തെ ജീവിതം, ഒരു 80 വർഷം, മാക്സിമം 100 സെഞ്ചുറി കടിച്ച പിന്നെ കഴിഞ്ഞു. ഡബിൾ സെഞ്ചുറി ദുനിയാവിൽ ആർക്കും കിട്ടുന്നില്ലല്ലോ. ക്രിക്കറ്റ് ഫീൽഡിലെല്ലാം പറഞ്ഞത് ജീവിതത്തിൽ ആയുസ്സിലെ ഇല്ലല്ല, ഡബിളൊന്നും ആർക്കും കിട്ടില്ല. സിംഗിൾ കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണ്. പത്രക്കാരൊക്കെ ഫോട്ടോ എടുത്ത് വിട്ടിടയ്ക്ക് 100 കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പോണം. അത് നമ്മുടെ മൂന്നാമത്തെ ജീവിതമാണ്. അത് കഴിഞ്ഞ് ഖബറിൽ വിശ്രമിക്കാൻ വേണ്ടി ചെന്ന് കിടക്കണം. മുഅ്മിനിനത് വിശ്രമമാണ്. അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ തൻ്റെ ഉഖ്റവി ജീവിതത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു രൂപമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടം കാത്തുകിടക്കണം ഒരുപാട് വർഷം. ലോകം എന്നാണോ അള്ളാഹു നശിപ്പിക്കുന്നത്, യൗമുൽ ഖിയാമ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഈ പ്രപഞ്ചത്തിൻ്റെ മഹാനാശം സംഭവിക്കുന്ന സമയം എന്ന് ഖുർആൻ പറഞ്ഞ ആ മഹാസംഭവം നടക്കുന്നത് വരെ ഖബർ വിശ്വാസികൾ, ഖബറിൽ കിടക്കുന്ന മുഴുവൻ ആളുകളും വിശ്രമിക്കുകയാണ്, അവർ കാത്തുകിടക്കുകയാണ്. വിശ്രമം എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾക്ക് വിശ്രമമാണ്. ആ കാത്തിരിപ്പിന്റെ ശേഷമാണ് സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതുന്നത്. അവിടെയാണ് നമ്മൾ പരലോകത്തേക്ക് പ്രവേശിക്കുന്നത്. ആലമുൽ ആഖിറ, ലാ യമൂതൂന ഫീഹാ വലാ യഹ്യഊൻ, അവർ മരിക്കുകയോ ജീവിക്കുകയോ ചെയ്യാത്ത അനന്തമായ, പറഞ്ഞ മരണമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ മഹായാത്രക്കിടയിലാണ്. അതുകൊണ്ടാണ് അന്നൊരിക്കൽ ഒരു ഈത്തപ്പന പായയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങി. ഫഅസ്റത് ഫീ ജംബി, ഈത്തപ്പനയോലകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരത്തിൽ പാടുകൾ വീഴ്ത്തിയപ്പോൾ, നമ്മുടെ തെങ്ങിൻ്റെ ഓല പോലെ അല്ലല്ലോ ഈത്തപ്പനയുടെ ഓലകൾ,
വളരെ ഹാർഡാണ്, വളരെ ശക്തമാണ്, വളരെ സോഫ്റ്റ് അല്ലല്ലോ. അതിൻ്റെ ഒരു പായൽ കിടന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരീരത്തിൽ അതിൻ്റെ പാടുകൾ കണ്ടപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. മാ യുബ്കീക യാ ഉമർ, എന്തിനാണ് ഉമർ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, അങ്ങ് കിടക്കുന്ന ഈ പായയിൽ ഒരു വിരിപ്പ് വിരിച്ചു തരാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ലല്ലോ. ഒരു വിരിപ്പ്, അങ്ങ് ഞങ്ങളുടെ നേതാവാണ്, അങ്ങേക്ക് എന്ത് വേണോ അത് ചെയ്തു തരാൻ ഞങ്ങൾ ഒരുക്കമാണ്. അങ്ങ് ഞങ്ങൾക്കൊരു വിരിപ്പ് വിരിച്ചു തരാനുള്ള അനുവാദം തന്നില്ലല്ലോ. എന്നാൽ ഇതേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പേർഷ്യയുടെയും റോമിന്റെയും ഭരണാധികാരികൾ, സീസർമാരും കൈസർമാരും കിസ്റമാരും, അവരുടെ കൊട്ടാരങ്ങൾ എന്തൊരു മനോഹരമാണ്, അവരെന്തൊരാർഭാടത്തിലാണ് ജീവിക്കുന്നത്. അത്രയൊന്നുമില്ലെങ്കിലും ഒരു വിരിപ്പ് വിരിച്ചു തരാൻ പോലും അങ്ങ് ഞങ്ങൾ അനുവദിക്കാറില്ലല്ലോ നബിയെ. അങ്ങയുടെ ശരീരത്തിൽ ഈ ഓലയുടെ പാടുകൾ വീണത് കണ്ടെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നബിയെ. മാലി വലിദ്ദുന്യാ യാ ഉമർ, ഉമറെ, നമ്മൾ ഈ ലോകത്ത് പിടിച്ചു കെട്ടി കിടക്കാൻ വന്നവരല്ലല്ലോ ഉമർ. മസലി കമസലി റാകിബിൻ ഇസ്തളല്ല തഹത ഷജറ ثم راح فتركها. ഞാൻ ഈ ലോകത്തേക്ക് വന്നതിൻ്റെ ഉദാഹരണം, ഏതോ ഒരു ദീർഘയാത്ര പോകുന്ന വഴിയാത്രക്കാരൻ തണൽ വിരിക്കുന്ന ഒരു വൃക്ഷം കണ്ടപ്പോൾ ആ വൃക്ഷത്തിന്റെ താഴെ ഒരൽപ്പനേരം വിശ്രമിച്ചു. വിയർപ്പൊക്കെ വറ്റി, ക്ഷീണമൊക്കെ മാറി, അയാൾക്ക് യാത്ര പോയേ പറ്റൂ. ആ വൃക്ഷത്തിന്റെ തണലുകൾ ഒഴിവാക്കുകയും എന്നിട്ട് ആ ചൂടിൽ യാത്ര തുടരുകയും ചെയ്യുന്ന ഒരു യാത്രക്കാരനെ പോലെ നമ്മൾ അങ്ങനെയാണല്ലോ. ആ നിഴലാണ് ഈ ലോകത്തെ എൻ്റെ ജീവിതം. ഞാൻ ആഖിറത്തിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ ഒരൽപ്പനേരം വിശ്രമിക്കാൻ വന്ന സ്ഥലമാണിത്. ഉമർ, നിങ്ങൾ എന്തിന് സങ്കടപ്പെടണം? അവർക്ക് അല്ലാഹു ദുനിയാവ് കൊടുക്കുകയും നമുക്ക് അല്ലാഹു ആഖിറം തരികയുമാണെങ്കിൽ അതല്ലേ ഉമർ നമുക്കുത്തമം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എന്ന മഹാപ്രതിഭാസത്തിന്റെ ആശയം ഒരു ചെറിയ നക്ഷൽ, വളരെ ചെറിയ സംക്ഷിപ്തമായി പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസാണിത്. ആ യാത്രയിൽ നമ്മൾ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു. ഒരുപാട് റമളാനുകൾ, ഒരുപാട് റബീഉൽ അവ്വലുകൾ, ഒരുപാട് ബറാഅത്തിന്റെ രാവുകൾ, മുഹറം മാസത്തിന്റെ അശൂറയിന്റെയും തസ്വാഇന്റെയും ദിനരാത്രങ്ങളെ പരിചയപ്പെട്ടു. അതിൽ ഹജ്ജിന്റെ ദിവസങ്ങളെ പരിചയപ്പെട്ടു. അതിൽ റജബും ശഅബാനും ദുൽഹിജ്ജയും കടന്നുപോയി. ആ യാത്രയിൽ ഒരുപാട് സ്ഥലങ്ങൾ നാം സന്ദർശിച്ചു. അതിൽ മക്കയുണ്ട്, സ്വർഗലോകത്ത് നിന്ന് അല്ലാഹു ഇറക്കി കൊടുത്തയച്ച പരിശുദ്ധമായ ഹജറുൽ അസ്വദുണ്ട്. ആ പരിചയപ്പെട്ടു പോകുന്ന യാത്രയിൽ നാം എത്തിപ്പെട്ട പരിശുദ്ധങ്ങളായ സ്ഥലങ്ങളുണ്ട്. വിശുദ്ധ മദീനയുണ്ട്, മസ്ജിദുൽ അഖ്സയുണ്ട്, അവിടെ മിനായും മുസ്ദലിഫയും അറഫയും ഉണ്ട്. അവിടെ ഈ സ്ഥലങ്ങളും മുഹൂർത്തങ്ങളും എല്ലാം യാത്ര പറഞ്ഞു പോവാണ്. നാമും യാത്ര പറഞ്ഞു പോകുന്നവരാണ്. ശുദ്ധ റമദാൻ അതിന്റെ അവസാനത്തേക്ക് എത്തി നിൽക്കുകയാണ്. അതാക്കും ശഹ്റു റമദാൻ ശഹ്റുൽ ബറക, നിങ്ങൾക്ക് ബറക്കത്ത് അല്ലാഹു നൽകുന്ന ഒരു മാസം വന്നെത്തി എന്ന് ശഅബാനിന്റെ അവസാനത്തിൽ പ്രഭാഷണം ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബറക, ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണോ ലഭ്യമായത് ആ ലഭ്യമായതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നടന്നു കാണുമ്പോഴാണ് ബറക്കത്ത് എന്ന് പറയാം. 100 രൂപയെ കയ്യിലുള്ളൂ, പക്ഷെ 1000 രൂപക്ക് നടക്കേണ്ട സംഗതി ഈ 100 രൂപ കൊണ്ട് നടന്നിട്ടുണ്ട്. അത് ബറക്കത്താണ്. 4 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കി
ഒരു 8-10 പേർ വന്ന് ഭക്ഷണം കഴിച്ചുപോയി. അവരൊക്കെ വളരെ സാറ്റിസ്ഫൈഡ്. അൽഹംദുലില്ലാഹ്, ഈ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട്. ഒരൽപ്പം അതിൽ ഒരുപാട് നന്മകൾ. ഫീഹി ലൈല ഖൈറും മിൻ അൽഫി ഷഹ്റിൻ. ആ മാസത്തിൽ അല്ലാഹു ഒരു രാവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഒരൊറ്റ രാത്രി. രാത്രി എന്ന് പറഞ്ഞാൽ ഫ്യൂ അവേഴ്സ്, 8-10 മണിക്കൂർ. ഹിയ ഖൈറുൻ മിൻ അൽഫി ഷഹ്റിൻ. 1000 മാസങ്ങളെക്കാൾ പുണ്യമായ ഒരു രാവ് നിങ്ങൾക്ക് അല്ലാഹു അതിൽ നൽകിയിരിക്കുന്നു. ഈ പ്രഭാഷണമൊക്കെ ചെയ്ത് റമളാനിലേക്ക് പ്രവേശിച്ചു. ആദ്യത്തെയും രണ്ടാമത്തെയും 10 കഴിഞ്ഞു. മൂന്നാമത്തെ 10 അവസാനിക്കാൻ ഇനി മണിക്കൂറുകളാണ് ബാക്കി നിൽക്കുന്നത്. ഈ പരിശുദ്ധ മാസം യാത്ര ചോദിച്ചു പോവുകയാണ്.